Hi everyone, welcome to next session of previous year questions discussion under the subject Accounting for Management. It is based on 2018 question paper short essay questions. അപ്പോൾ നമ്മൾ 2019 ഷോർട്ട് എസ്സേസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 2018 ഷോർട്ട് എസ്സേസ്. ഓക്കെ, 2019 നമ്മൾ അതിൽ വരുന്ന 8 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2018 ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് നോക്കാം. അതിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് വന്നിട്ടുണ്ട്, റേഷ്യോ എന്ന് വന്നിട്ടുണ്ട്, തിയറി, പിന്നെ പ്രോബ്ലംസും റേഷ്യോ എന്നൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. റേഷ്യോ ആണ് മെയിനായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ CVP analysis. What is CVP analysis? Cost, volume, profit analysis അല്ലേ. അപ്പോൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ശരിക്കും മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹൗ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ എഫക്റ്റഡ് ബൈ ദി ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെയാണ് സി എന്താ കോസ്റ്റ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ പി പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു വേർഡ് CVP അനാലിസിസ് തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. അതെന്തിനാണ് യൂസ് ചെയ്യണത് എന്ന് വെച്ചാൽ ഹൗ ടു ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹൗ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ എഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെയാണ് ഈ കോസ്റ്റും പ്രോഫിറ്റും എഫക്റ്റ് ചെയ്യണത് ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അതായത് ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷനെ അല്ല, വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ച് കൊണ്ട് കോസ്റ്റും പ്രോഫിറ്റും അതിനെങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ്. ഇവാലുവേറ്റ് ചെയ്യണത് കോസ്റ്റും പ്രോഫിറ്റിലും മാറ്റം വരികയാണ്. ഏതിലൂടെ വരുന്ന മാറ്റം അത് എഫക്റ്റ് ചെയ്യുകയാണ്. കോസ്റ്റിലും മാറ്റം വരിക, അത് എഫക്റ്റ് പ്രോഫിറ്റിലും ചേഞ്ച് വരിക. എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്? പ്രൊഡക്ഷൻ്റെ വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും. Okay, that means there are 3 factors. That means cost, volume and profit. These are interconnected to each. An analysis of the 3 factors. That means an analysis of cost, volume and profit is known as cost volume profit analysis. അപ്പോൾ കോസ്റ്റിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഫിറ്റിൻ്റെയും പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആണ്. ഈ 3 ഫാക്ടേഴ്സിനെയും കൂടെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ CVP അനാലിസിസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹൗ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ എഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യണത് എന്നുള്ളത്. അത് ഏതിൽ മാറ്റം വരുമ്പോൾ ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റം, അതിൻ്റെ വോളിയം കൂടുമ്പോഴും കുറയുമ്പോഴും എങ്ങനെയാണ് ഈ കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും ഇത് എഫക്റ്റ് ചെയ്യുക, ഇത് പഠിക്കാനാണ് CVP അനാലിസിസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ആൻ അനാലിസിസ് ഓഫ് 3 ഫാക്ടേഴ്സ് ലൈക്ക് കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. അതിനെയാണ് നമ്മൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് പറയുക. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷനിൽ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവും. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എഫക്ട്സ് ഓൺ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് മിക്സ്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ ഇതോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റില്ല. വേറെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ എഫക്റ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുക? കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എക്സാമിൻ ദ റിലേഷൻഷിപ്പ് എമംഗ് കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ് അല്ലേ. മാറ്റി മറിച്ചൊക്കെ നമുക്ക് സെൻറ്റൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ് എക്സാമിൻ ദ റിലേഷൻഷിപ്പ് എമംഗ് കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ്. പിന്നെ എന്താ മെഷർ ചെയ്യണത്? ഇറ്റ് മെഷർ വേരിയേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് വോളിയം ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ്. ഇത് മെഷർ ചെയ്യുന്നത് കോസ്റ്റിൽ വരുന്ന വാരിയേഷനാണ്, വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന വാരിയേഷനാണ്. ഇത് എങ്ങനെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഇറ്റ് മെഷർ വാരിയേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് വോളിയം ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ്. ഇനി നമുക്കിതിനകത്ത് എന്തുകൂടെ എഴുതാം? ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് എഴുതാം. ടു ഫോർകാസ്റ്റ് പ്രോഫിറ്റ് ആക്യുറേറ്റ്ലി. പ്രോഫിറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്പ് ടു മാനേജ്മെൻറ്റ് ഫോർ പ്രൈസിങ് ഡിസിഷൻസ് ഓർ ടു ഫോർമുലേറ്റ് പ്രൈസിങ് പോളിസി
and it helps to evaluate the performance of a business and to facilitate the preparation of a budget, flexible budget. It helps to achieve the cost control and cost reduction. It helps management in decision making, that means make or buy decision, that may be shutdown decision, that is shut down or not, introduce a new product or not, accept an order or not, change the method of production or not, method of production ചേഞ്ച് ചെയ്യണോ വേണ്ടേ, ബൾക്ക് ഓർഡർ വാങ്ങിക്കണോ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓർഡർ കിട്ടി അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണോ വേണ്ട വാങ്ങിക്കുകയാണോ വേണ്ട, ഇങ്ങനെയുള്ള ഡിസിഷനൊക്കെ എടുക്കാൻ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് CVP അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൂള്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഡിറ്റർമിൻ ബ്രേക്ക് ഇവൻ പോയിൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ കോൺട്രിബ്യൂഷനെ കുറിച്ച് പഠിച്ചത്. BEP അനാലിസിസ് അല്ലെങ്കിൽ BE റേഷ്യോ കാണാനൊക്കെ പഠിച്ചിട്ടുള്ള മാർജിനൽ കോസ്റ്റിങ്ങിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ CVP അനാലിസിസിൽ എഴുതിക്കോളൂ കേട്ടോ. ഇനി ഫീച്ചേഴ്സ് ഓഫ് റേഷ്യോ അനാലിസിസിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്? റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൂളാണ് അല്ലേ, റേഷ്യോ അനാലിസിസ്. ഈ റേഷ്യോ അനാലിസിസിൽ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് ഫോർ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റേഷ്യോ. ഇറ്റ് ഈസ് ആൻ അനാലിസിസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തിൻ്റെ ഹെൽപ്പോടു കൂടി? വിത്ത് ദി ഹെൽപ്പ് ഓഫ് റേഷ്യോ. It is a systematic use of accounting ratio to interpret the financial statement for studying the financial position and the performance of an enterprise. ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫേമിൻ്റെ അക്കൗണ്ടിങ് റേഷ്യോ നമുക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. ഒരു എൻ്റർപ്രൈസിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ റേഷ്യോൻ്റെ ഹെൽപ്പോടു കൂടി ചെയ്യുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നത് റേഷ്യോൻ്റെ ഹെൽപ്പോടു കൂടിയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഷ്യോ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ എഴുതുക? ഒബ്ജക്റ്റീവ്സിൽ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടില്ലേ, അഡ്വാൻറ്റേജസ് പഠിച്ചിട്ടില്ലേ, യൂട്ടിലിറ്റി ഒക്കെ പഠിച്ചിട്ടില്ലേ? അതൊക്കെ വെച്ച് നമുക്ക് ഫീച്ചേഴ്സ് എഴുതാമല്ലോ. റേഷ്യോ അനാലിസിസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഓഫ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫീച്ചറായി അല്ലേ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഡിഫറെൻറ്റ് റേഷ്യോസ്, അതൊരു ഫീച്ചറായില്ലേ. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ദ ഫിനാൻഷ്യൽ പൊസിഷൻ. Ratio analysis helps to interpret the financial statement. It helps to measure the performance of an enterprise. ഇതൊക്കെ ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ മീനിങ് പഠിക്കുമ്പോൾ അതൊക്കെ ഓരോ പോയിൻ്റായിട്ട് എഴുതി വെച്ചാൽ അതൊക്കെ ഫീച്ചേഴ്സാണ്. പിന്നെ നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ഷോർട്ട് ടേം സോൾവൻസി ഓഫ് എ ഫേം. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ലോങ് ടേം സോൾവൻസി ഓഫ് എ ഫേം. ഇറ്റ് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. ഇറ്റ് മെഷർ ദി പെർഫോമൻസ് ഓഫ് എ ഫേം. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. It helps to make a comparison. It helps to communicate the strength and weakness of a firm. It enables to managerial decision making. എത്ര ഫീച്ചേഴ്സായി, വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതോ കറൻറ്റ് റേഷ്യോ 3.5:1, ക്വിക്ക് റേഷ്യോ 2:1. If the excess of current asset over quick asset represented stock, നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ക്വിക്ക് റേഷ്യോയും കറണ്ട് റേഷ്യോ സ്റ്റോക്കും തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വർക്കിംഗ് ക്യാപിറ്റലല്ലേ ചോദിച്ച്, ഇവിടെ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കണ്ടാലേ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കാണാം. അതിൻ്റെ ഡിഫറൻസാണ് മറ്റേ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ 2019 വർക്കിംഗ് ക്യാപിറ്റലാണ് ചോദിച്ചത്. ഇവിടെ കറണ്ട് അസറ്റ് എന്താ, കറണ്ട് ലയബിലിറ്റി എന്താ, ഇത് രണ്ടും കിട്ടിയാലേ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലും കാണാൻ പറ്റും. സെയിം പ്രോബ്ലം നമ്മുടെ നോട്ട്ബുക്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ
നിങ്ങളത് നോക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഇത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത് ട്രെൻഡ് പെർസെൻറ്റേജ് കാണാൻ. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രെൻഡ് പെർസെൻറ്റേജ് കാണാൻ സെയിൽസ് അതിൻ്റെ പെർസെൻറ്റേജിന് ഒരു കോളം കൊടുത്തോളൂ കേട്ടോ. ഇയർ സെയിൽസ് അതിൻ്റെ പെർസെൻറ്റേജിന് കോളം കൊടുക്കുക. സ്റ്റോക്ക് അതിൻ്റെ പെർസെൻറ്റേജിന് കോളം കൊടുക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജിന് ഒരു കോളം കൊടുക്കുക. ദെൻ 2010 ബേസ് ഇയർ ആയിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, 2010 ആയിട്ട് കമ്പയർ ചെയ്യാം. സെയിൽസ് കമ്പയർ ചെയ്യുമ്പോൾ 2010 സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റോക്ക് കമ്പയർ ചെയ്യുമ്പോൾ 2010 സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യാം. പ്രോഫിറ്റിൽ ഓരോ വർഷത്തെ പ്രോഫിറ്റ് കമ്പയർ ചെയ്യുമ്പോഴും 2010 പ്രോഫിറ്റായിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ പിന്നെ എന്താ പറയുക, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിലാണ് വരിക, റേഷ്യോയിൽ ടേൺ ഓവർ റേഷ്യോയിലാണ് വരിക അല്ലേ. ടേൺ ഓവർ റേഷ്യോയിൽ വരുന്നതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ആവറേജ് കളക്ഷൻ പീരീഡൊക്കെ എങ്ങനെയാണ് കാണാൻ ഓർമ്മ ഉണ്ടാവും. അതായത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് ഡെറ്റേഴ്സും ആവറേജ് BRഉം ഒക്കെ കാണാൻ പഠിക്കണം വേണ്ടി. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് പ്ലസ് ആവറേജ് BR. ആവറേജ് ഡെറ്റേഴ്സ് കാണാൻ ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 2. ആവറേജ് BR കാണാൻ ഓപ്പണിംഗ് BRഉം ക്ലോസിംഗ് BRഉം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2. ക്ലോസിംഗ് ഡേറ്റിൽ മാത്രമേ തന്നിട്ടുള്ളൂ വെച്ചാൽ ആവറേജ് കാണേണ്ട ആവശ്യമില്ല. ക്ലോസിംഗ് ഡേറ്റിലുള്ള എമൗണ്ട് കൊണ്ട് ആഡ് ചെയ്താൽ മതി. ക്ലോസിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് BRഉം ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയോ ആവറേജ് കളക്ഷൻ പീരീഡ് എങ്ങനെയാണ് കാണുക, 360 ഡേയ്സ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, അല്ലെങ്കിൽ 12 മന്ത്സ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഡേയ്സിലും മന്ത്സിലും നമുക്ക് കാണാം. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണാൻ എന്താ ഇക്വേഷൻ, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ കാണുക, ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അതൊക്കെ നമ്മൾ ധാരാളം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഒന്ന് ഓർമ്മിച്ച് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കാണണം. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ആദ്യത്തെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് പറയുമ്പോൾ ഏതാണ് വരുന്നത്, ആദ്യത്തെ അല്ലേ, ഫസ്റ്റ് സ്റ്റേജ്. അത് ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ കാണുന്നത്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഫസ്റ്റ് 1 കൊടുക്കുക. അതിൽ ഫസ്റ്റ് A എന്ന് കൊടുത്തിട്ട് ക്യാഷ് റെസീറ്റ് എഴുതണം വേണ്ടേ, ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ് എഴുതുക. അതിൽ സെയിൽസ്, ഡെറ്റേഴ്സിന് കിട്ടിയ എമൗണ്ട്, കമ്മീഷൻ റിസീവ് ചെയ്തത്, പിന്നെ അതുപോലെ റോയൽറ്റി റിസീവ് ചെയ്തത്, ദെൻ ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കുക, ക്യാഷ് പർച്ചേസ്, പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതിന് രണ്ടിൻ്റെ ഡിഫറൻസ് പറയുന്നത് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ, പിന്നെ ടാക്സ് കൊടുത്തത് ലെസ് ചെയ്യുക. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒന്നും പൊതുവെ ഉണ്ടാവാറില്ല. അതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡിൽ. പിന്നെ ഇൻവെസ്റ്റിങ്ങും ഫിനാൻസിങ്ങും ടോട്ടലായിട്ട് കാണുമ്പോൾ കേട്ടോ. ഇൻഡയറക്റ്റ് മെത്തേഡ് എങ്ങനെ കാണുക, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഓർമ്മ ഉണ്ടാകും. ഇൻഡയറക്റ്റ് മെത്തേഡിൽ അവിടെ നമ്മൾ മുന്നേ പഠിച്ചതുപോലെ നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ കാണും. അതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് റീകൺസിലേഷൻ മെത്തേഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് മീൻസ് നെക്സ്റ്റ് മെത്തേഡിൽ നോൺ ക്യാഷ് ഐറ്റംസിൽ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ, ഡെഫേർഡ് ടാക്സ്, അൺറിയലൈസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ചസ്, അതേപോലെ ചേഞ്ചസ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻ ഇൻവെൻട്രീസ് ആൻഡ് റിസീവബിൾസ്, ഇതൊക്കെ കൺസിഡർ ചെയ്യണം. ഇൻഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ ഡിപ്രീസിയേഷൻ, ഗുഡ് വില്ല്, പ്രിലിമിനറി എക്സ്പെൻസസ്, അങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൺസിഡർ ചെയ്യണം. ഏത് മെത്തേഡ് ആകുമ്പോൾ, ഇൻഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ.
അപ്പോൾ രണ്ട് മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുക, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്നാണ് തുടങ്ങുക. നെറ്റ് പ്രോഫിറ്റ് എന്ന് തുടങ്ങിയിട്ട് നോൺ ക്യാഷ് ഐറ്റംസ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, നോൺ ക്യാഷ് ഇൻകം ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കാണിക്കുക. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ലെസ് ചെയ്യണം, കൂടിയാൽ കൂട്ടണം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് പ്രോബ്ലം ചെയ്തതൊന്ന് നോക്കിയിട്ട് പഠിച്ചോളൂ കേട്ടോ. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെ കാണേണ്ടത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് ഏതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് വർക്കിംഗ് ക്യാപിറ്റലിന് ശേഷം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ രണ്ട് മെത്തേഡ് ഉണ്ട് എന്നൊക്കെ പഠിച്ചു. ആ രണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടോ? സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലും അക്കൗണ്ട് ഫോമിലും കാണാം. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമിൽ വരച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ല അക്കൗണ്ട് ഫോമിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലും നന്നായിട്ട് പഠിക്കുക. രണ്ട് രീതിയിലും പഠിച്ചതിന് ശേഷം പ്രോബ്ലം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ വിളിക്കുക. അപ്പോൾ അക്കൗണ്ട് ഫോമിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി കേട്ടോ. ആഡ് ചെയ്യാനുള്ള ഐറ്റംസും ക്ലോസിംഗ് ബാലൻസും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ലെസ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അതൊക്കെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരിക. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി ചേർക്കും. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് കാണാം. നമ്മൾ നോട്ടിൽ സോൾവ് ചെയ്തതൊക്കെ എടുത്തൊന്ന് നോക്കി നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 2017 ചെയ്യാം.